അടുത്ത പൊല്ലാപ്പ് വന്നിട്ടുണ്ട്. GST ഇൻവോയ്സസ് മിസ്മാച്ചസ് ആൻഡ് ഫേക്ക് ITC ക്ലെയിംസ്. ഫേക്ക് പർച്ചേസ് ബിൽസ് ആൻഡ് ക്ലെയിമിംഗ് ഫോൾസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. എൻട്രി ഓപ്പറേറ്റേഴ്സ് എന്ന രീതിയിൽ ഫോൾസ് സപ്ലയേഴ്സിനെ കാണിച്ചുകൊണ്ട് പല കമ്പനീസും പല ട്രേഡേഴ്സും പല ഇലക്ട്രോണിക് പരമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ കൂടുതലായിട്ട് ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇൻകം ടാക്സ് റിപ്പോർട്ട് അനുസരിച്ച് ഇൻകം ടാക്സിൻ്റെ ITR റിട്ടേൺ ഫയൽ ചെയ്തതിനെ ബേസ് ചെയ്തിട്ട് മുൻകാലങ്ങളിൽ ഫയൽ ചെയ്തതെല്ലാം അവർക്ക് സംശയം തോന്നുന്ന എല്ലാം തന്നെ അവർ ട്രാക്ക് ചെയ്യുന്നുണ്ട്. GST ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. കൊടുക്കുന്ന ടേൺ ഓവർ GSTയുമായി മാച്ച് ചെയ്യുന്നുണ്ടോ. സെക്ഷൻ 147 ആൻഡ് 148 ഉപയോഗിച്ചുകൊണ്ടാണ് പല കേസസുകളും അവർ ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ തന്നെ കേസസ് ക്യാൻ ബി ഓപ്പൺഡ് അപ് ടു 3 years ഓൾഡ്. നോർമലി 3 വർഷം പഴക്കമുള്ള കണക്കുകൾ ആദ്യം അവർ ഓപ്പൺ ചെയ്യും. എന്തെങ്കിലും കാരണവശാൽ IT ഡിപ്പാർട്ട്മെൻറ്റിനോ അല്ലെങ്കിൽ GST ഡിപ്പാർട്ട്മെൻറ്റിനോ സംശയം തോന്നുകയാണെങ്കിൽ 50 ലക്ഷത്തിന് മുകളിൽ ഹിഡൻ ഇൻകം ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയാൽ പിന്നെ കുറഞ്ഞതൊരു 5 വർഷത്തേക്കുള്ള കണക്കെങ്കിലും എടുത്ത് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത ആണ് ഇൻകം ടാക്സും GST ഡിപ്പാർട്ട്മെൻറ്റും വിരൽ ചൂണ്ടുന്നത്. പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് യൂസ് ചെയ്യാതെ പർച്ചേസ് നടത്തിയിട്ടുണ്ട്, അതിനനുസരിച്ച് ഇൻപുട്ട് ധാരാളം ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ E-way ബില്ല്, ഡെലിവറി നോട്ട്, ട്രാൻസ്പോർട്ട് റെക്കോർഡ്സ്, ഇതൊന്നും പ്രോപ്പറായി കാണിക്കാതെ എന്നാൽ ഇൻപുട്ട് ധാരാളമായി ക്ലെയിം ചെയ്തിട്ടുണ്ടെന്ന് ഡിപ്പാർട്ട്മെൻറ്റ് തോന്നുകയാണെങ്കിൽ ഹയർ പെനാൽറ്റിയാണ് ചാർജ് ചെയ്യുന്നത്. മാത്രവുമല്ല എക്സ്ട്രാ ടാക്സും അടയ്ക്കേണ്ടതായി വരുന്നു.